ഞാൻ ഈയിടയിൽ ഒരു റീല് സാറിന്റെ കണ്ടായിരുന്നു, ഈ ദുർമന്ത്രവാദത്തെ കുറിച്ച് സാർ പറയുന്നത്. ശരിക്കും അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന്റെ ആണോ അതോ അത് ഭരിക്കുന്ന ഒരു സാധനമാണോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കൂടുപാത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന ആൾ ഞാനായിരിക്കും. കാരണം ഞാൻ ഈ മന്ത്രവാദികളെ പറയുന്നത് എന്നെ ഇവര് പറയാൻ പറയും. പിന്നെ അത്യാവശ്യം എന്ത് ഫുഡ്, ഈ കൈവശം എന്നൊക്കെ പറയത്തില്ലേ, എന്ത് ഫുഡ് കൊണ്ട് തന്നാലും കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് ഫുഡ് ആരും കൊണ്ട് തന്നാലും ഞാനത് കഴിക്കും. ഞാൻ പൊതുവെ പറയുമല്ലോ, നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ ഉള്ളിൽ കൈവശം ഉണ്ട് അതാ ഇതാന്നൊക്കെ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കും, നമ്മുടെ ഉള്ളിൽ എന്ത് കഴിച്ചാലും അത് നമ്മുടെ വയറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സ്വഭാവ രീതികളെ നിയന്ത്രിക്കത്തില്ല. കള്ളു കുടിച്ചാൽ അന്നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. ഇതില് ഈ പണ്ട് ആയുർവേദ വൈദ്യന്മാരാണെന്ന് ജ്യോത്സ്യന്മാർ. എൻ്റെ അച്ഛൻ വൈദ്യനാണ്, ജ്യോത്സ്യനാണ്. ഈ വൈദ്യന്മാർ മരുന്നുണ്ടാക്കും. എൻ്റെ അച്ഛൻ മരുന്നുണ്ടാക്കും. വയറ് സ്തംഭിപ്പിക്കാൻ വേണ്ടിയൊക്കെ മരുന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതാണ് കൈവശം. അത് അന്നേരം കുറച്ച് നേരത്തേക്കോ ആ ഒരു പർട്ടിക്കുലർ സമയത്തേക്കേ ഉള്ളൂ. അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് വെച്ചോണ്ടിരുന്നത് സ്വഭാവം നിയന്ത്രിക്കുന്നത്? പിന്നെ ഛർദ്ദിക്കുന്നതുണ്ട്. ആര് പോയി കുടിച്ചാലും ഛർദ്ദിക്കും, ആർക്ക് മരുന്ന് കൊടുത്താലും ഛർദ്ദിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും ഈ ശത്രുദോഷം എന്ന് പറയുന്നത്, ഇപ്പം ആനിക്ക് എതിരെ ആഭിചാരമുണ്ട്, ശത്രുദോഷം ഉണ്ട് എന്ന് പറഞ്ഞെന്ന് വെച്ചു. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര അർച്ചന നടത്തുന്നു എന്ന് വിചാരിക്കുക. 6 നാളും 6 പേരുവാ പറയുന്നത്. നമ്മുടെ ശത്രു ആരാ? നമ്മളാണ് നമ്മുടെ ശത്രു. നമ്മളാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഉത്തരേതാത്മനാത്മാനാം ആത്മാനം അവസാദയേത് ആത്മനാ ബന്ധു ആത്മ ഏവ പുരാത്മന. അർജുന, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ബന്ധു, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശത്രു. ഈ നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ, നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികളെ, നമ്മുടെ ഉള്ളിലെ മതമാത്സര്യ മോഹങ്ങളെ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ, അതിനെ സംഹരിക്കണമേ എന്നാണ്. പുറത്തുള്ള ശത്രുവിനെ അല്ല. ഇതിനാണ് ശത്രുസംഹാര അർച്ചന. അല്ല നമ്മൾ അയലോകത്തെ അവര് കൂടുപാത്രം ചെയ്തു, സഹോദരൻ കൂടുപാത്രം ചെയ്തു. ഒരു കുട്ടി എനിക്ക് ഫോൺ ചെയ്തിട്ട് പറയാണ്, ചേട്ടാ എൻ്റെ അമ്മായിയമ്മ എനിക്ക് കൂടുപാത്രം ചെയ്ത് ചേട്ടാ, ഞാൻ അബോർഷനായി പോയെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, അമ്മായിമ്മ കൂടോത്രം ചെയ്ത് അബോർഷൻ ആക്കി അമ്മായിമ്മ ഹോസ്പിറ്റലൊക്കെ എടുത്ത് ഈ അബോർഷൻ ഇതിൽ കൊടുത്താൽ വല്ല കൂടോത്രം ചെയ്ത് മാറ്റുമല്ലോ. ഞാൻ അപ്പം പറഞ്ഞു, അല്ല ചേട്ടാ, ചേട്ടൻ പറയുന്ന പോലല്ല. ചേട്ടൻ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ അയാൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും നടന്നു. ഞാൻ എന്ത് കാര്യമാണ് അത്? ഭർത്താവ് ഞാനോട്ട് വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു. ഇന്ന് വഴക്കുണ്ടാക്കിയിട്ട് ആ മനുഷ്യ പോയിട്ടുണ്ട്. എന്തിനാ മോളെ വഴക്കുണ്ടായെന്ന് ചോദിച്ചോ പറയാം, നിങ്ങളുടെ നല്ല കൂടോത്രം ചെയ്തല്ലേ ഇത് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ വഴക്കുണ്ടാവത്തില്ലേ? സ്വാഭാവികമല്ലേ, നാച്ചുറലി വഴക്കുണ്ടാവും. ഇത് ഉള്ളിലിരിക്കുന്ന ശത്രു ഉണ്ടാക്കുന്ന. അപ്പം സാർ ഒരു ആള് വന്ന പ്രശ്നം പറയോ, ജാതകം കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാർ ജാതകം നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് സാർ ആ ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കും? ഇല്ല, ജാതകം നോക്കിയിട്ട് കൊടുക്കും. ഈ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്, കൗൺസിലിംഗ് നമ്മുടെ പരിപാടിയല്ല, സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആളുകളെ റെഫർ ചെയ്യുന്നുണ്ട്, ജോത്സ്യൻ ഒത്തിരി പേര്. കാരണം ചിലർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ട്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, വിട്ടേക്കണം. ജാതകം തന്നെ നോക്കിയിട്ടാണ് പറയുന്നത്. ജാതകത്തിലെ എല്ലാം നോക്കി പറയും. പക്ഷെ ഇതിനകത്തേക്ക് പണം കടത്തിവിടത്തില്ല. അത് ഞാൻ ചെയ്യത്തുമില്ല, ചെയ്തിട്ടുമില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തില്ല. അപ്പൊ സർ, നമ്മൾ ജാതകം കാണിക്കുമ്പോൾ നമ്മുടെ എല്ലാം എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ രാശിയും അതെല്ലാം, അത് അക്യുറേറ്റ് ആണോ? ഹോറോസ്കോപ്പ് വരെ അക്യുറേറ്റ് ആണ്. ഇതിന് ശേഷം വരുന്നിടത്താണ് പ്രശ്നം. ഒരാൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇപ്പം ഏത് ജാതകത്തെ ഒരാൾക്ക് പാവജാതകമാക്കാം ഒരു ജോത്സ്യന്. പിന്നെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിട്ടാണ് ഇത് പാവജാതകമാണെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ ഇവര് പോകുന്നിടത്തല്ല ഇത് ചൊവ്വാദോഷം പറഞ്ഞ് ഇന്നും പേടിപ്പിക്കുന്നില്ലേ? മനുഷ്യൻ ചൊവ്വയെ പാൻ പോവാ. ശരിക്കും പറഞ്ഞാൽ ഇത് ആകാശത്തിലെ ചൊവ്വയാണെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ലെന്നേ. ഇത് ക്യാരക്ടർ സ്റ്റഡിയാണ്. നിങ്ങൾ ജാതകത്തെ അങ്ങനെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ ഭയങ്കര രസമാണ് ആനി. ഭയങ്കര രസമുള്ള ഓരോ മനുഷ്യരുടെ. ഞാൻ ഭയങ്കരമായിട്ട് ഇത് പഠിക്കും. ഞാനൊരു കാര്യം കൂടെ പറയാം. ശരിക്കും ഈ നമ്മുടെ വിശ്വാസങ്ങളുടെ ഒരു പ്രശ്നം, ഋഷീശ്വരന്മാർ അവരുടെ ഒബ്സർവേഷനിലും അവരുടെ കഴിവിലും അവരെഴുതി വെച്ച സാധനത്തെ അവിടെ തന്നെ നിർത്തി. പിന്നെ ഇതിന് ഇങ്ങോട്ട് സ്റ്റഡി വന്നിട്ടില്ല, ഇങ്ങോട്ട് പഠനം കൊണ്ടുവന്നിട്ടില്ല. ഇതിനെ പിന്നീട് പഠനങ്ങൾക്ക് ശ്രമിക്കാതിരുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. ഈ ആസ്ട്രോളജി തന്നെ എത്രയോ പഠനവിധേയാക്കുക. ഇതൊരു ക്യാരക്ടർ സ്റ്റഡിയാ. പൊരുത്തം എന്ന് പറയുന്നത് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു പൊരുത്താണ്. നിസ്സന്താനേ സസൂനം നിരവധികരണം നിർദ്ദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സ്വരുജമരുജു ജഷ്മാജുഷം ജാതകേഷു വിദ്യാവൃത്തം ജ വിദ്യാരഹിത ഇതിമൃതി സ്ഥാനദോഷം സമാനം എന്ന് പറഞ്ഞ പദ്യം. അതായത് ഒട്ടും കാരുണ്യമില്ലാത്ത ഒരുതൻ, അവൻ അല്പം കാരുണ്യമുള്ള ഒരു പെണ്ണ് ചേരുന്നതിൽ കുഴപ്പമില്ല. ഒട്ടും കാരുണ്യമില്ലാത്തൊരു പെണ്ണ് അല്പം കാരുണ്യമുള്ള ഒരു പയ്യൻ ചേരണം. കാരണം അവരുടെ ലൈഫ് നല്ലോണം പോകും. കാരണം ഈ ഒരാളെ ഇവൻ വെറുപ്പിച്ചു വിടുമ്പം, അല്ലെങ്കിൽ അവർ ഇതിന് പോട്ടെ, ചേട്ടൻ അപ്പുറത്തെ ഒരു ഇതാ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അപ്പുറത്തെ ഒരു ഇതാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള, അതാണ് ഈ പാപസാമ്യം, ദോഷസാമ്യം എന്ന് പറയുന്നത്.